ഒരുപാട് മീഡിയ നെറേറ്റീവ്സ് വന്നിട്ടുണ്ട്. ഇന്നലെ എനിക്ക് നമ്മൾ പ്ലേയേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ ഇഷ്ടപ്പെട്ടൊരു മൂമെന്റ് എന്ന് പറയട്ടെ, ആ റെഫറി ആ കളിയുടെ വിസിൽ കഴിഞ്ഞിട്ട് ആള് നേരെ ഒരു സുജൂദ് ചെയ്യുന്ന, അതായത് ആൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്ന. അപ്പോൾ പ്ലേയേഴ്സിനെ പോലെ തന്നെ ഇയാളും ഈ വിങ്ങൽ ഇങ്ങനെ മനസ്സിൽ കൊണ്ട്, കാരണം അത് അത്രയും ആൾക്കെതിരെ പ്രശ്നങ്ങൾ, അതായത് നെറേറ്റീവ്സ് ഇനിയിപ്പോൾ ചെറുതാണെങ്കിൽ പോലും ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങൾ. മെസ്സിയുടെ ഒരു ഫേവറേറ്റ് റെഫറിയാണ്. അപ്പോൾ അതൊക്കെ ആളുകൾ എടുക്കുന്ന രീതികൾ വ്യത്യസ്തമാവും. മീഡിയാസ് ചിലപ്പോൾ അതാവില്ല വിചാരിക്കുന്നത്, പക്ഷെ അങ്ങനെ ഒരു ടേം വരുമ്പോൾ ആളുകൾ അത് ഉദ്ദേശിക്കുന്നത് വേറെ രീതിയിൽ ആളുകൾ അത് പെർസീവ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ആ റെഫറി അവിടെ റെഫറിങ് കളിക്കാൻ ഇറങ്ങും തന്നെ ഞാൻ പറയും. കാരണം ആളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഭയങ്കര ഡിസിസീവാണ്. അപ്പോൾ അത്രയും വെയിറ്റോട് കൂടിയാണ് ആൾ വരുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഹി റിക്വയർസ് ഹി ഷുഡ് ഹാവ് ഹി ഡിസേർവ്സ് എ ബിഗ് അപ്ലോസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ നെറേറ്റീവ്സ് വാർ ഇൻകൺസിസ്റ്റൻസി നമ്മൾ പറയാറുണ്ട്. അത് ഈ വേൾഡ് കപ്പിനെ കുറിച്ച് പറയണം. ഒരിക്കലും അർജൻറ്റീന എന്ന ടീമിനെതിരെയോ അല്ലെങ്കിൽ മെസ്സിക്കെതിരെയോ പറയുന്നതല്ല. എല്ലാ മാച്ചിലും റെഫറിങ്ങിൻ്റെ മിസ്റ്റേക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അർജൻറ്റീനയ്ക്കെതിരെ മെസ്സിക്കെതിരെ എന്നുള്ളത് ആളുകൾ എടുക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഷാഫിക്കാക്ക് എന്താണ് ഈ ഒരു ഇതിൽ തോന്നുന്നത്? ഈ അർജൻറ്റീനയ്ക്കെതിരെ അർജൻറ്റീന അർഹിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ക്രിറ്റിസിസം, അതിനേക്കാൾ കൂടുതൽ അപമാനങ്ങൾ അർജൻറ്റീനയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആസ് എ ഫാന് എനിക്ക് ആ ഒരു ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ തന്നെ അർജൻറ്റീനക്കാർ അറിയാത്ത തരത്തിലുള്ള പല, ഇപ്പം നമ്മൾ ഏറ്റവും കണ്ടത് ഈജിപ്ത് ആൻഡ് അർജൻറ്റീന മാച്ചിലുള്ള ഇവൻറ്റ്സ് വെച്ചിട്ടാണ്. ആ മാച്ചിൽ റെഫർ എടുത്ത തീരുമാനങ്ങൾ ഓൾമോസ്റ്റ് ഒരു 95% തെറ്റില്ല, അത് അക്യുറേറ്റ് ആയിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ പേരിൽ പ്രത്യേകിച്ച് ആ സലാഹിൻ്റെ ബോക്സിൽ വെച്ച് എന്ന് പറയുന്ന സംഗതി, അതുപോലെ നമ്മുടെ ലിസാൻഡ്രോ മാർട്ടിനസിനെ ചവിട്ടിയെന്ന് എൻ്റെ ആ ഗോൾ ബിൽഡപ്പിലുള്ള വിഷയങ്ങളൊക്കെ കളിൻ്റെ നിയമത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. കൃത്യമായിട്ട് റെഫറി തീരുമാനം കറക്റ്റായിരുന്നു. പക്ഷേ റിഗ്ഡാണ്. മെസ്സിക്കൊരു കപ്പ്, അതുപോലെ അർജൻറ്റീനയെ ഫേവർ ചെയ്യുന്നു, പിന്നെ എന്താ പറയുക, ഫിഫ പ്രസിഡന്റ് അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കുന്നു, എന്തെല്ലാം തരത്തിൽ ട്രോളുകളാണ് സോഷ്യൽ മീഡിയ വന്നത്. നമ്മൾ ഇവിടെ കേരളത്തിൽ മാത്രമൊന്നുമല്ല, ഗ്ലോബലി എക്സ് എടുത്ത് നോക്കിയാൽ മതി. എക്സ് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ പണ്ഡിറ്റുകളുടെ ഓരോരോ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയോ, ശുദ്ധ മണ്ടത്തരായിരിക്കും. പക്ഷേ വായിക്കുന്ന ഒരാൾക്ക് ഇതുണ്ടല്ലോ എന്നുള്ള തരത്തിലുള്ളൊരു ഫീലിംഗ് കിട്ടുന്ന തരത്തിലുണ്ട്. സെമി ഫൈനലിൽ വരുമ്പോൾ ഇംഗ്ലണ്ടാണ് ഒരു പക്ഷത്തുള്ളത്. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയൻ്റെ ഒരു പവറും അതിൻ്റെ ഒരു വിഷവും നമുക്ക് അറിയാം. കാരണം അവന്മാർ ഇപ്പോൾ കമൻറ്റേറ്റേഴ്സ് പോലും ഇംഗ്ലണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ, ഇംഗ്ലണ്ട് കളി മോശമെങ്കിൽ അവർ ആ ന്യൂട്രാലിറ്റി മറന്നിട്ട് എന്ത് ചോദിച്ചാൽ അവർ പ്രകോപിതരാവുന്നത് പലതവണ ഈ വേൾഡ് കപ്പിൽ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇംഗ്ലീഷാണ് ഈ ഗ്ലോബലി സംഗതിയിൽ ഇംഗ്ലീഷ് മീഡിയൻ്റെ ഒരു ഇമ്പാക്റ്റ് ഭീകരമാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയ വളരെ പ്രകടമായും തന്നെ ഈ അർജൻറ്റീന ഫേവർ ചെയ്യപ്പെടുന്നു. അതുപോലെ പിന്നെ മെസ്സിക്ക് ആനുകൂല്യം കിട്ടുന്നു, വാർ അർജൻറ്റീനയ്ക്ക് വേണ്ടി കിട്ടുന്നു, അർജൻറ്റീന ഫൈനൽ കളിപ്പിക്കാൻ വേണ്ടി ഫിഫ ഇടപെടുന്നു എന്നൊക്കെയുള്ള കാര്യം. അതിന് പുറമെയാണ് ഈ ഇൽഫത്ത് എന്ന് പറയുന്ന ഇസ്മായിൽ, പുള്ളിയുടെ പിന്നെ ഇസ്മായിൽ ഇൽഫത്ത് എന്ന ഈ പിന്നെ റെഫറി മെസ്സിയുടെ പ്രിയപ്പെട്ട റെഫറി, മെസ്സിയുടെ ഫേവറേറ്റ് റെഫറി പറയുമെങ്കിൽ ഓക്കെ, അതല്ല മെസ്സിയെ സ്വന്തം റെഫറി, ആളെ ജയിപ്പിക്കാൻ വേണ്ടി ഫിഫ ഇറക്കി വിടുന്ന റെഫറി എന്ന് പറയുന്ന തരത്തിലുള്ള. അതുപോലെ ഇന്നലെ എന്തോ ഒരു വാറിൻ്റെ ഒരു ടൈം, വാറിൽ എന്തോ ഒരു ചേഞ്ചസ് ഇന്നലെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാധാരണ അതിൻ്റെ ഒരു സെൻറ്റർ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ വെറും സാധാരണ ഒരു കാര്യമാണ്. അതുപോലും ഫിഫ മറ്റേ അർജൻറ്റീനയ്ക്ക് അനുകൂലമായിട്ട് ചെയ്യുന്ന തരത്തിൽ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ വരുന്നു. ഇതൊക്കെ പറഞ്ഞ പോലെ, നേരത്തെ ഫസി പറഞ്ഞ പോലെ, ഇതൊക്കെ ഈ രാവിലെ എക്സ് എടുത്ത് നോക്കുന്ന ഈ ഇൽഫത്തിന് അല്ലെങ്കിൽ ഈ പത്രം വായിക്കുന്നതാക്കി മനസ്സിലാവും. ഈ ടെൻഷൻ പ്രഷർ ഉണ്ടാവുമല്ലോ. അല്ല അയാളെ ഞാൻ പറഞ്ഞ അല്ല ഒറ്റ കാര്യം കൂടി രസ, ഞങ്ങൾ കളി കാണുമ്പോഴേ ഫസ്റ്റ് മാച്ച് തുടങ്ങണ സമയത്ത് ഹാരിക്കാനല്ല ഇവരുടെ ക്യാപ്റ്റൻ, കെയ്നും പിന്നെ മെസ്സിയും കൂടി റെഫറിമാർ കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൽഫത്ത് മെസ്സിനോടൊന്നും പറയുന്നുണ്ട്, ഇങ്ങനെ തോള കഴിച്ചെന്തോ പറയുന്നുണ്ട്, സാധാരണ ക്യാപ്റ്റന്മാർ പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു സുഹൃത്തുണ്ട്, അവൻ പറയാണ്, ഓ മെസ്സിക്ക് അറിയാത്ത മാതിരി അഭിനയിക്കുന്നുണ്ട്, ആദ്യമായിട്ട് ഇയാൾ അറിയാത്ത പോലെ അഭിനയിക്കാതെ പറയുന്ന പോലെ. അതായത് നമ്മള് ഇൽഫത്ത് മത്സരശേഷം എത്ര സന്തോഷം ഉണ്ടാവുന്ന അറിയോ. അതായത് നാളെ ഡെയിലി മെയിൽ പത്രത്തിന് ഞാനൊരു തലക്കെട്ട് കൊടുത്തില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്ക് ഞാനൊരു തലക്കെട്ട് കൊടുത്തില്ല, എൻ്റെ പേര് അവർക്ക് റെഫർ ചെയ്യാൻ ഒരു അവസരം കൊടുത്തില്ല എന്നുള്ളതാ. ബേസിക്കലി അയാള് ഏറ്റവും നന്നായി റെഫർ ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇത്രയും ക്രൂഷ്യൽ മാച്ചിൽ കോൺട്രവേഴ്സീസ് ഒരുപാട് മത്സരത്തിന് മുമ്പേ ഉള്ളൊരു മത്സരം, ഇനി തോറ്റു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയ അയാളെ വലിച്ചു കയറി ഒട്ടിക്കാനുള്ള ഒരു സാധ്യതയുള്ള മത്സരത്തിൽ അയാൾ നന്നായി ചെയ്തു എന്നുള്ള. നമ്മൾ ഈ എക്സിന്റെ കാര്യം പറയുമ്പോഴേ, എക്സിൽ അർജന്റീനയോടുള്ള വിരോധം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ ഒരാൾ ചെയ്തൊരു പരീക്ഷണം ഉണ്ട്. അതായത് സ്വിറ്റ്സർലാൻഡ് അർജന്റീന മത്സരത്തിൽ ഈ അർജന്റീന നിക്കോ ഗോൺസാലസിനെ സ്വിറ്റ്സർലാൻഡ് പ്ലെയർ ടാക്കിൾ ചെയ്യുന്നൊരു പൊസിഷൻ, ആ ഇമേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇയാൾ ജെമിനിയിൽ കൊടുത്തിട്ട് ജേഴ്സി പരസ്പരം സ്വാപ്പ് ചെയ്തു. അതായത് അർജന്റീന പ്ലെയർ സ്വിറ്റ്സർലാൻഡ് പ്ലെയറിനെ ടാക്കിൾ ചെയ്യുന്ന പോലെ ആക്കി. കാരണം ഈ നിക്കോ ഗോൺസാലസിന്റെ മുഖം ആളുകൾക്ക് അത്ര പരിചിതമല്ല. ഇയാൾ ഇത് പോസ്റ്റ് ഇട്ടിട്ട് ഇതിന് റെഫർ എന്താണ് കൊടുത്തത്, ഇതിന് ഫൗള് കൊടുത്തില്ല, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു. അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അർജന്റീനയോട് എത്രത്തോളം വിരോധമാണ്. അതായത് ആളുകൾ അത് വിചാരിച്ച് നമ്മൾ പറയും ഇതൊക്കെ ആൾക്കാർ വിശ്വസിക്കുമോ, അതൊക്കെ ഒരു നുണയാണ് ആൾക്കാർ, പക്ഷേ വിശ്വസിക്കുന്നിട്ടുള്ള തെളിവാണത്. കാരണം
എന്താണ് ആ മത്സരത്തിൽ സംഭവിച്ചതെന്ന് ആൾക്കാർക്ക് അറിയില്ല, ആ പ്ലെയേഴ്സ് എന്താ ചെയ്തതെന്ന് അറിയില്ല, ആ മൊമെന്റിനെ പറ്റി അറിയില്ല. അത് നിക്കോ ഗോൺസാലസ് ആണെന്ന് പോലും അറിയില്ല. പക്ഷേ അർജന്റീന ജേഴ്സിയിട്ട് ഒരു പ്ലെയർ, സ്വിറ്റ്സർലാൻഡ് ജേഴ്സിയിട്ട് ഒരു പ്ലെയറിനെ ഫൗൾ ചെയ്യുന്നു, അതിന് റഫറി മഞ്ഞക്കാർഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ഇടുന്നു. അവർ വിശ്വസിച്ചു അർജന്റീനക്കെതിരെയാണ്, അർജന്റീന ഫിക്സ്ഡ് ആണ്, ഫിക്സ് ഇറ്റ് ഫോർ അർജന്റീന. ഇത് അങ്ങനെയൊക്കെ ഫുൾ ഫോമുകൾ കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറയാം പ്യൂർ ഹേറ്റഡ് ആണ്. അതൊരു ഫാൻ ഫൈറ്റോ അല്ലെങ്കിൽ നമ്മൾ ഇവരെ പണ്ട് കാര്യമില്ല. കാരണം നമ്മൾ അർജന്റീന ഫാനുകളൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മ കാലം മുതൽക്ക് ഈ അപമാനങ്ങളും ഈ തെറിവിളികളും ഈ ഒരു പിന്നെ എന്താ പറയുക ഹൈപ്പ് വന്നിട്ട് നമ്മൾ ഒക്കെ ശരിക്കും അനുഭവിച്ച ആളാണ് ഞാൻ. അതായത് ഈ മെസ്സി എന്താണ് ആദ്യമായിട്ട് ആളുടെ ലൈഫിൽ ഒരു ഫൈനൽ കോപ്പ അമേരിക്ക ഫൈനൽ കളിക്കുന്ന 20-ാം വയസ്സിലാണ്. പിന്നീട് ഒരു 4 സ്ട്രേറ്റ് ഫൈനൽസ് മെസ്സി പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതിന് ശേഷമാണ് 2022 ആ കോപ്പ അമേരിക്ക മെസ്സി റിട്ടയർ ചെയ്തില്ല. പിന്നെ റിട്ടയർ 2016 കോപ്പ അമേരിക്കയിൽ റിട്ടയർമെന്റ് പറഞ്ഞു. അതൊക്കെ വളരെ ഫാൻസ് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം മെസ്സിനേക്കാളും വൈകാരികമായ നിമിഷത്തിലൂടെ നമ്മൾ കടന്നുപോയത്. അതിനുശേഷം കോപ്പ അമേരിക്ക അടിക്കുന്നു, പിന്നെ 2022 വേൾഡ് കപ്പ് അടിക്കുന്നു. ആ വേൾഡ് കപ്പിലൊക്കെ ഈ റിഗ്ഡ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര പേഴ്സണലി നമുക്ക് ഭയങ്കര ഒരു ഹേർട്ടാണ് സിറ്റുവേഷനാണ്. പക്ഷെ ഒരിക്കലും എന്തായാലും ഇനിയിപ്പോൾ എത്ര സ്ക്രിപ്റ്റഡ് ആണെങ്കിലും കളി എത്ര സ്ക്രിപ്റ്റഡ് ആണെങ്കിലും ഞാൻ വിശ്വസിക്കണം 3 ഗോളോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടിച്ച ഗോളോ അവിടെ എത്താതെ പരിപാടി നടക്കൂല. അതടിക്കണം. ഇവരുടെ ലോജിക് ഒന്ന് ചിന്തിക്കണം. 22 കളിക്കാർ 11 ഇറങ്ങാനുണ്ട്, 5 വിധം സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇറങ്ങാനുണ്ട്. അപ്പം തന്നെ ഈ 32 ആൾക്കാർ, ഈ 32 ആള് റഫറി, ഈ ടീമിന്റെ കോച്ചിങ് സ്റ്റാഫ്, ഇവരെ എല്ലാരെയും സ്ക്രിപ്റ്റ് പഠിപ്പിച്ച് കളിപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഒരു സിനിമ എടുക്കുന്നതിനേക്കാളും പ്രയാസമാണ്. മാത്രമല്ല ഇതിൽ സംഗതി എന്താ പറയുക, ഇത് ഫാൻ ഫൈറ്റ് എന്ന് പറയുമ്പോൾ സംഗതി പറഞ്ഞത് ഇത് ഫുട്ബോളിന്റെ രസം കൂടിയാണ്. കാരണം പല ടീമുകളും ആഗ്രഹിച്ച് വരുന്ന വേൾഡ് കപ്പാണിത്. ബ്രസീൽ പ്രത്യേകിച്ച് ഈ വേൾഡ് കപ്പിലും ബ്രസീലിന്റെ വരവ് നമ്മൾ കണ്ടു. നമ്മൾ ബ്രസീലിനെ പരാമർശിക്കണം. ബ്രസീലിൻ്റെ ഒരു കംബാക്ക് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള ഒരു പെർഫോമൻസ് കണ്ടു. ഒരു പ്രതീക്ഷ എങ്ങനെ കിട്ടിയിരുന്ന സമയത്താണ് ബ്രസീൽ പുറത്താവുന്നത്. ക്രിസ്ത്യാനോൻ്റെ പോർച്ചുഗലിൻ്റെ കാര്യം നമ്മൾ കണ്ടു. ക്രിസ്ത്യാനോ നല്ല ടൂറിസ്റ്റ് പോർച്ചുഗലിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും നല്ല ടീമായിട്ട് വന്നിട്ട് അവർ പിന്നെ അന്നേ കളിച്ചില്ല, പക്ഷേ അവരും പുറത്താവുന്നുണ്ട്. അതുപോലെ കപ്പടിക്കുന്ന പ്രതീക്ഷിക്കുന്ന ജർമ്മനി, അതുപോലെ ഫ്രാൻസ്, നെതർലാൻഡ്സ്, ഇവരൊക്കെ വരിക പാതി വഴി വീണ് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഒരു ടീം പ്രത്യേകിച്ച് ഫേവറേറ്റ് മെസ്സിയെ പോലെ ഒരു ഫേവറേറ്റ് പ്ലെയറുള്ള ടീം കയറി വരുമ്പോൾ ഈ ഓപ്പണൻസ് മൊത്തം എന്ത് ചെയ്തു ഒരു സൈഡിക്കായിട്ട് നമ്മൾ എന്തോ പേരൊക്കെ ബ്രാച്ചുകൾ എന്നൊക്കെ പറഞ്ഞ പോലെ പല മുന്നണികളായിട്ട് മറ്റേ റെയിൻബോ ഫ്രണ്ടായിട്ട് മാറിയിട്ട് എന്ത് ചെയ്യണം ഇവരെ അറ്റാക്ക് ചെയ്യുന്ന സംഗതി ഉണ്ട്. അല്ല പലപ്പോഴും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തുള്ള സംഭവം ഫാൻ ഫൈറ്റ് ആണെങ്കിലും ആളുകൾ ആ ഒരു സെൻസിൽ ഇപ്പം എടുക്കുന്നില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും പേഴ്സണലായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇത് 2 സൈഡിലും ഉണ്ട്. ഇപ്പം നമ്മൾ ഈ പറയുന്ന സോക്കോൾ ബ്രാച്ചുകൾ എന്ന് പറഞ്ഞ നമ്മളൊരു വിവാഹക്കാരെ പറയാറുണ്ടല്ലോ, അവരുടെ അടുത്തും ഉണ്ട്. ഇനിയിപ്പോൾ അർജന്റീന ഫാൻസ് ആണെങ്കിലും, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാറിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ബ്രാച്ചുഗൽ ഫാൻസ് അത് ഏറ്റെടുത്തിട്ട് അത് മെസ്സിക്കെതിരെയാണ്, അത് ഫിഫയ്ക്കെതിരെയാണ്, അതായത് അത് റിഗ്ഡ് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞതാക്കും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേന് അർജന്റീന ഫാൻസ് എന്തിനാണ് മെസ്സിക്കെതിരെ പറയണേ, എന്തിനാണ് ഫിഫയ്ക്കെതിരെ പറയണേ, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കോർ കൺസെപ്റ്റ് ആരും മനസ്സിലാക്കുന്നുള്ള ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അർജന്റീന ഫാൻസ് ടോക്സിക് എന്ന് പറയാറുണ്ട്. ഈ പൊതുവെ പറഞ്ഞാൽ ടോക്സിക് ആണോ? അല്ല, അതിൻ്റെ എനിക്ക് കാരണം ഞാൻ ടോക്സിക് അല്ല, ഞാൻ കളി ഏറ്റവും നന്നായിട്ട് കാണാൻ ശ്രദ്ധിക്കുന്ന ആളാണ് മാച്ചിനെ. പക്ഷേ അർജന്റീന ഫാൻസ് ഈ ടോക്സിസിറ്റിൻ്റെ ഒരു കാര്യം വെച്ചാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അർജന്റീന ഫാൻസ് ഒരു ദീർഘമായ പിന്നെ പട്ടിണി കടന്നിട്ട് കഴിഞ്ഞു വരുന്ന ഒരാൾക്കൊരു സമൃദ്ധമായ ഭക്ഷണം കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ, അതാണ് നമ്മൾ കഴിഞ്ഞൊരു 5-6 വർഷങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം. കോപ്പ അമേരിക്ക ജയിച്ചതിന് ശേഷം പിന്നെ അതിന് ശേഷം നമ്മൾ വേൾഡ് കപ്പ് ജയിക്കുന്നു, വീണ്ടും കോപ്പ അടിക്കുന്നു. അങ്ങനെ പിന്നെ മെസ്സി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മളൊക്കെ ഒരു കളിക്കാരൻ്റെ ഏറ്റവും നല്ല ഏജ് എന്ന് പറഞ്ഞാൽ ഒരു അപ് ടു 27 to 35 ഒക്കെയാണ്. അപ്പോൾ ആ കാലത്ത് നമുക്ക് മെസ്സിയെ കാര്യം അങ്ങനെ കിട്ടിയിട്ടില്ല. ഈവൻ അർജന്റീനയ്ക്ക് വേണ്ടി ഇങ്ങനെ കിട്ടിയിട്ടില്ല. മെസ്സി പിന്നെ എന്ത് ചെയ്യണ്, 35-ാം വയസ്സിലാണ് മെസ്സി വേൾഡ് കപ്പ് അടിക്കുന്നത് അല്ലേ. അപ്പോൾ അത്രയും ഒരു പിന്നെ മെസ്സി ലാസ്റ്റ് ആകുമ്പോൾ കാലവിൽ വരുന്നു ഈ വേൾഡ് കപ്പ്. എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു പക്ഷേ മെസ്സി ഇത്ര അധികം ഫയറായ വേൾഡ് കപ്പ് ഉണ്ടായിട്ടില്ല. അങ്ങനെ വന്നിട്ട് അപ്പോൾ നമുക്ക് എൻജോയ് ആഘോഷിക്കേണ്ട ഒന്നത്. രണ്ടാമത് സോഷ്യൽ മീഡിയേൻ്റെ ഒരു കാലമാണിത്. സോഷ്യൽ മീഡിയ ഇത്ര അധികം പക്ഷേ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇത്ര അധികം ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും അതിനകത്ത് കണ്ടൻസ് വരും. മുമ്പൊക്കെ പിന്നെ ഫുട്ബോൾ പണ്ഡിറ്റ്സോ പത്രങ്ങളോ പറയുന്ന പോലെ അല്ല. ഇപ്പോൾ ഈച്ച് ആൻഡ് എവറി ഫാനിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പിന്നെ അവരെ വികാരം എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഞാൻ കണ്ടത് കുട്ടികൾ, ചെറിയ മക്കൾ, അതുപോലെ സ്ത്രീകൾ കാര്യമായിട്ട് പന്ത് കളി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അർജന്റീനയ്ക്ക് അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ബഹളം കൂടും. അപ്പോൾ ബഹളം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ ടോക്സിസിറ്റി എന്ന് ഫീൽ ചെയ്യാണ്. ഉറപ്പായിട്ട് ടോക്സിക് ആയ ഫാൻസ് ഉണ്ടാവും, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് അർജന്റീന മാത്രമല്ല, എല്ലാവർക്കും ടോക്സിക് ആയ ഫാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടുമ്പോൾ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് പിന്നെ നമ്മൾ ഒരിക്കൽ പറഞ്ഞ് തീർത്ത കാര്യങ്ങൾ പോലും വീണ്ടും അല്ലാതെ അങ്ങനെയല്ല അർജന്റീന റിഗ്ഡ് മറ്റേ ഈ മീംസൊക്കെ ഓർന്നൊട്ടിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് നെഗ്ലക്റ്റ് ഇഗ്നോർ ചെയ്യാനേ പറ്റുള്ളൂ.
അപ്പോൾ ഈ ഒരു സൈഡിൽ അർജന്റീന റിഗ്ഡ്, മറു സൈഡിൽ കരച്ചിൽ തുടരും. ഇതിന്റെ ഒരു ഫൈറ്റ് ഇത് തീരണില്ല എന്നുള്ള. തീരില്ല, അത് ഫുട്ബോളിന്റെ രസം കൂടിയാണെന്ന് അല്ല പറഞ്ഞത്. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു സമയം കൊല്ലി മാത്രമാവും, ഒരു എൻജോയ്മെന്റ് ആവില്ല. എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പരസ്പരമുള്ള ഒരു അടിപിടി വഴക്കൊക്കെയാണ്. പിന്നെ വെച്ചാൽ ഈ ലോക ഫുട്ബോളിൽ എപ്പോഴും ഒരു ഫുട്ബോളിൻ്റെ ഒരു ആവേശം നിൽക്കണമെങ്കിൽ ഉറപ്പായിട്ട് എന്താണെന്ന് വെച്ചാൽ ലാറ്റിൻ അമേരിക്കൻ ടീമിൽ ഏതെങ്കിലും ടീം കത്തി നിൽക്കണം. ഒരു കാലത്ത് ബ്രസീലായിരുന്നു, അതിൻ്റെ ഒരു മെച്ചം ഫുട്ബോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പ് മാത്രമാണ് കളിക്കുന്നതെങ്കിൽ ഒരു യൂറോപ്പിൻ്റെ ഒരു ഇതേ വരുള്ളൂ. അതിനകത്ത് ഇത്ര അധികം ഇമോഷണൽ കാര്യം, കാരണം യൂറോപ്യൻ ടീമുകൾ സൂപ്പർ താരങ്ങളില്ല, അല്ലെങ്കിൽ ഒരു പ്ലെയർ സെൻട്രിക് ശൈലിയല്ല അവരുടേത്. ലാറ്റിൻ അമേരിക്ക അങ്ങനല്ല, അവർക്ക് എല്ലാ കാലത്തും സൂപ്പർ താരങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു സൂപ്പർ താരങ്ങളുടെ ഒരു സംഗതി ഉണ്ട്, ഒരു ആരാധ്യ പുരുഷൻ്റെ അല്ല അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്. അതാണ് ലോകത്തിന് വേണ്ടത്, ആരാധകർക്ക് അതാണ് വേണ്ടത്. ഇപ്പോൾ ഈ ഒറ്റ കാര്യം കൂടി ഇത് പറഞ്ഞു വെച്ചാൽ നമ്മൾ നോക്കേണ്ടത് ഇതൊക്കെ പുറമെ പൊളിറ്റിക്സിലേക്ക് വന്നൊരു വേൾഡ് കപ്പാണ്. ആവശ്യമില്ലാത്ത പൊളിറ്റിക്സ്, ഗസ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിന് ഇത് കൊണ്ടുവരുന്നു. അതുപോലെ പിന്നെ മെസ്സിൻ്റെയും ക്രിസ്ത്യാനോൻ്റെയും അല്ലെങ്കിൽ മറ്റ് പ്ലേയേഴ്സിൻ്റെ ഒക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരുടെ അതൊക്കെ ഇത് കൊണ്ടുവരുന്നു. പിന്നെ ഒരേ ഇവൻറ്റിൽ നിന്നുള്ള 2 ഇവൻറ്റ് ഇത് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ മെസ്സി പിന്നെ 2016 തോന്നുന്നുണ്ട് ഫലസ്തീൻ ആൻഡ് ഇസ്രായേൽ വിസിറ്റ് നടത്തുന്നുണ്ട്. അതിലയാൾ ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിൻ്റെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നെതന്യാഹുവിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നെതന്യാഹുവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈം ഇത് മാത്രം എടുത്തിട്ട് മെസ്സി ഇസ്രായേൽ പക്ഷപാതിയാണോ അല്ലയോ വേറെ കാര്യം, ആണെങ്കിൽ തന്നെ അത് ഫുട്ബോളിൽ ഗ്രൗണ്ടിൽ എത്രമാത്രം അത് ഇമ്പാക്റ്റ് ആണുള്ള വേറെ കാര്യം, അതല്ല അതങ്ങനെയാണോ കളി കാണേണ്ടതെന്നുള്ള വേറെ വിഷയമാണ്. പക്ഷേ ഇങ്ങനെ ഫുട്ബോൾ ബാഹ്യമായ ഫുട്ബോളിലൊന്നും ചെയ്യാനില്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക ഓരോ നെഗറ്റീവ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, അങ്ങനെ സംഗതികൾ കൂടി വളരെ ഈ പിന്നെ വൃത്തികെട്ടെന്ന് വേണമെങ്കിൽ പറയാം, ആ തരത്തിലുള്ള ഫാൻ ഫൈറ്റ് ലെവലിലേക്ക് പോയിട്ടുണ്ട് ഈ വേൾഡ് കപ്പിൽ. അത് മെസ്സിനെ പോലത്തെ ഒരാൾ പരസ്യമായി ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കാത്ത ആളാണ്. 2018 വേൾഡ് കപ്പിൽ എനിക്കല്ല ഓർമ്മയുണ്ട്, 2018 വേൾഡ് കപ്പിൽ പിന്നെ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പത്തെ പിന്നെ അർജന്റീനയുടെ മാച്ച് ലാസ്റ്റ് ഫ്രണ്ട്ലി മാച്ച് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആയിട്ടായിരുന്നു. ആ സമയത്ത് ഗസയിൽ യുദ്ധം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു പിന്നെ വിമർശനം വന്നു, അർജന്റീന അവിടെ പോയി കളിക്കരുത് പറഞ്ഞിട്ട്. അർജന്റീന കളിച്ചില്ല, അതിനെ തീരുമാനം അതിന് കളിച്ചില്ല മാത്രമല്ല അതിന് തീരുമാനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഗോൾ എടുത്തത് മെസ്സി തന്നെയാണ്. അതിനുശേഷം അന്ന് പിന്നെ ഹിഗ്വൈൻ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ഉണ്ട് അർജന്റീനയുടെ. ഹിഗ്വൈൻ പറയുന്നുണ്ട് അർജന്റീന ഞങ്ങൾ റേറ്റ് ഗോൾ എടുത്തു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററിയുള്ള ഒരു സംഗതിയാണ്. അതുപോലെ നമ്മൾ എത്രയോ തവണ ഈ സിറിയയിലെ പിന്നെ കുട്ടികൾക്ക് വേണ്ടി, ഫലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി, ഇപ്പോൾ പാകിസ്ഥാനിലൊരു കുട്ടി ഓർമ്മ ഉണ്ടാവില്ല, ഒരു ജേഴ്സി എന്താ പറയുക ഉണ്ടാക്കിയ ജേഴ്സി കൊണ്ടുള്ള ഒരു സംഗതി അയാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ ഇയാൾ പിന്നെ ഈ വീണ് കിടക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ഇയാൾ തന്നാലാവുന്ന ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാൾ ഒരിക്കലും പൊളിറ്റീഷ്യൻ ഒരു ചാറ്റ് പ്രവർത്തനം അല്ലല്ലോ, ഇയാൾ പ്ലെയർ അല്ല, ഇയാൾ ഏരിയ ഫുട്ബോൾ ഗ്രൗണ്ട് അല്ലേ, അവിടെ വെച്ചിട്ട് അയാൾക്ക് പൊളിറ്റിക്സും മതമൊക്കെ കുത്തി കയറ്റിയിട്ട് അയാളെ എന്താ പറയുക പിന്നെ ഈ ചാപ്പ് കുത്തുക എന്നുള്ളത് ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. 90 മിനിറ്റ് അവിടെ കണ്ടാൽ മതി, അതിന് പുറത്തേക്ക് നമ്മൾ അവിടെ പേഴ്സണൽ ഇത് പറയാമെങ്കിൽ അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് നെയ്മർ ജൂനിയർ ബ്രസീലിൽ ബോൾസനാരോ എന്ന് പറയുന്ന വലതുപക്ഷ പിന്നെ നേതാവിൻ്റെ അവിടുത്തെ പ്രസിഡൻ്റൊക്കെ ഇത് ബോൾസനാരോ. അപ്പോൾ അയാളുടെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു എന്താണ് പിന്നെ സപ്പോർട്ടറാണ് നെയ്മർ. പക്ഷേ അയാൾക്ക് ഇതിൻ്റെ ഭാരം വഹിക്കുക. ഇപ്പോൾ ഈ വേൾഡ് കപ്പിന് തുടങ്ങുന്ന സമയത്ത് ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ലുലാ ദാ സിൽവ ഇയാളെ പരിഹസിക്കുന്നുണ്ട്, എന്താണ് വർക്ക് ഫ്രം ഹോം ഫുട്ബോളർ. അതിന് കാരണം ചിലർ വെറുതെ പറഞ്ഞല്ല, കാരണം ഇയാൾ എതിരാളിയാണ്. നെയ്മർ ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ പൊളിറ്റിക്കൽ എതിരാളിയാണ്, എതിർവശത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ സംഗതി ഉണ്ട്, അതാരും പറയുന്നില്ല. അല്ല അത്തരം വിഷയങ്ങൾ അപ്പോൾ ഓരോ കളിക്കാരൻ അല്ലെങ്കിൽ ഒരു താരം മുന്നോട്ട് വന്നിട്ട് ഒരു ലോകത്തിന്റെ ഒരു നെറുകെ നിൽക്കുമ്പോഴാണ് ഈ ടോക്സിസിറ്റി. അതെന്താന്ന് വെച്ചാൽ ഈ വിജയിക്കുന്നവരെ ആഘോഷിക്കപ്പെടുകയുള്ളൂ, അതുപോലെ തന്നെ വിമർശിക്കപ്പെടുകയുള്ളൂ. മാങ്ങയിലെ മാവിലല്ലേ കല്ലേറുണ്ടാവും, അതത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മളൊക്കെ നമ്മളൊക്കെ താല്പര്യപ്പെട്ടൊരു ഫൈനലിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടു. സ്പെയിൻ വേഴ്സസ് അർജന്റീന, എല്ലാവരും ഒരു പക്ഷേ ഹാപ്പിയാണ്. എന്റെ ഹൃദയം വന്ന ഫൈനൽ, എന്റെ ഹൃദയം അർജന്റീന വേഴ്സസ് സ്പെയിനും, എന്റെ തലച്ചോറ് ഇംഗ്ലണ്ട് വേഴ്സസ് എന്താ പറയുക ഫ്രാൻസ് ആയിരുന്നു. തലച്ചോറ് ഇപ്പൊ തെറ്റാണെന്ന് മനസ്സിലായില്ലേ? തലച്ചോറ് തോറ്റു, പണ്ടേ തോൽക്കുന്നുണ്ട് തലച്ചോറ്. ഹൃദയം ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനിയും പോഡ്കാസ്റ്റുകൾ ഇരിക്കണം, കാരണം ഈ ഫൈനൽസ് എന്ന് പറയുന്നത് അത്രയും ക്രൂഷ്യലായിട്ടുള്ള നമ്മുടെ സ്വപ്നമാണ് ഈ ഒരു ഫൈനലിസിമ എന്ന് പറയുന്നത്, നമ്മൾ കാണാതെ പോയൊരു സംഭവം. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, ഗുഡ് ബൈ.